നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക് അദാലത്തിനെ കുറിച്ചിട്ടാണ്. വാദികളെയും പ്രതികളെയും വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതിയാണ് ലോക് അദാലത്ത്. പരമ്പരാഗത കോടതി സംവിധാനത്തിന് പുറത്തുള്ള തർക്കങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനുള്ള ഒരു ബദൽ തർക്ക പരിഹാര സംവിധാനമായിട്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ലോക് അദാലത്ത് ഉണ്ടാകുന്നത് 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ്. ഇത് ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. സെക്ഷൻ 22B പ്രകാരം പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരം അദാലത്ത് നടത്തിയത് ഗുജറാത്തിലെ ജുനഗഡിലാണ് 1982. രണ്ടാമത് ചെന്നൈയിലാണ് 1986. ലോക് അദാലത്ത് പ്രകാരം ഏറ്റവും അധികം PLA, അതായത് പെർമനന്റ് ലോക് അദാലത്തുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ ആദ്യത്തെ ലോക് അദാലത്ത് നടന്നത് ഗുജറാത്തിലാണ് 1982. ഓർമ്മിച്ചിരിക്കുക. അടുത്തത് ലോക് അദാലത്തിലെ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. സെക്ഷൻ 22A പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളെ കുറിച്ച് പറയുന്നു. 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിലെ സെക്ഷൻ 22B പ്രകാരം പെർമനന്റ് ലോക് അദാലത്ത് അല്ലെങ്കിൽ PLA സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ലോക് അദാലത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫീസ് ആവശ്യമില്ല. പിന്നെ ലോക് അദാലത്ത് ദേശീയ, സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ സ്ഥാപിക്കണം. അതായത് സംസ്ഥാന അധികാരികൾ ഉണ്ടായിരിക്കണം, ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, ജില്ലാ തലത്തിലുണ്ടായിരിക്കണം, താലൂക്ക് തലങ്ങളിൽ ഉണ്ടായിരിക്കണം. ലോക് അദാലത്തുകൾ പല വിധത്തിലുണ്ട്. ഒന്ന്, പെർമനന്റ് ലോക് അദാലത്ത്, അതായത് പൊതു യൂട്ടിലിറ്റി സേവനങ്ങൾ, ഗതാഗതം, തപാൽ, ടെലഗ്രാഫ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് പെർമനന്റ് ലോക് അദാലത്ത്. അതായത് പെർമനന്റ് ലോക് അദാലത്ത് എന്ന് പറയുന്നത് ലോക് അദാലത്തിൻ്റെ ഒരു സംവിധാനം. അതായത് അതിനകത്ത് മേൽ പറഞ്ഞ കാര്യങ്ങളാണ് നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്, ദേശീയ ലോക് അദാലത്ത്. ദേശീയ ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മുതൽ ഇന്ത്യയിലുടനീളം എല്ലാ മാസവും പ്രത്യേക വിഷയങ്ങളിൽ ഇവ നടത്തിവരുന്നു. കെട്ടിക്കിടക്കുന്ന ധാരാളം കേസുകൾ തീർപ്പാക്കുന്നതിനായി ഒറ്റ ദിവസം തന്നെ ഇവ നടത്തുന്നു. അപ്പോൾ രണ്ടാമത്തത് ലോക് അദാലത്തിൻ്റെ രണ്ടാമത്തെ സംവിധാനമാണ് ദേശീയ ലോക് അദാലത്ത്. അപ്പോൾ 2 സംവിധാനങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തത് മൂന്നാമത്തെ സംവിധാനത്തെക്കുറിച്ച് പറയാം. മൂന്നാമത്തെ സംവിധാനമാണ് മെഗാ ലോക് അദാലത്ത്. മെഗാ ലോക് അദാലത്ത് സംസ്ഥാനത്തെ എല്ലാ കോടതികളിലും ഒറ്റ ദിവസം നടത്തുന്ന ലോക് അദാലത്തിന് പറയുന്ന പേരാണ് മെഗാ ലോക് അദാലത്ത്. അടുത്തത് മൊബൈൽ ലോക് അദാലത്തുകൾ. ഇത്തരത്തിലുള്ള ലോക് അദാലത്തുകൾ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ട്. തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതിനായി അവ രാജ്യത്തുടനീളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. അതാണ് മൊബൈൽ ലോക് അദാലത്ത്. അങ്ങനെ 4 തരത്തിൽ ലോക് അദാലത്തുകളെ കുറിച്ച് നമ്മൾ പറയുന്നു. ഇനി ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ പരിഗണിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇന്ത്യയിലെ ഏതെങ്കിലും കോടതിയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും തർക്കമോ കേസോ, അതായത് സങ്കീർണമാകുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആക്ട് 130 പ്രകാരമുള്ള കേസുകൾ, പണം തിരിച്ചുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, മോട്ടോർ വാഹന നിയമത്തിന് കീഴിലുള്ള കേസുകൾ, ഒത്തുതീർപ്പാക്കാതെ കോടതികളിൽ കിടക്കുന്ന കേസുകൾ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ എന്നിങ്ങനെ ഇന്ത്യയിലെ ഏതെങ്കിലും കോടതികളിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും തർക്കമോ കേസോ ലോക് അദാലത്തിലേക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ തരത്തിലുള്ള കേസുകൾ. അതായത് കോടതിയിൽ ഫയൽ ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നതും എന്നാൽ വാദം കേൾക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കേസുകൾ ഫയൽ ചെയ്യാം. ഉദാഹരണത്തിന്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ സെക്ഷൻ 138 പ്രകാരമുള്ള കേസുകൾ, പണം തിരിച്ചു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, തൊഴിൽ തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, ഒത്തുതീർപ്പാകാത്ത
ഒത്തുതീർപ്പാകാത്ത കുറ്റകൃത്യങ്ങൾ ഒഴികെ വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം പോലുള്ള പൊതു യൂട്ടിലിറ്റി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കേസുകൾ, സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ കേസുകൾ, വിവാഹേതര തർക്കങ്ങൾ എന്നിവയിലുള്ള പല കേസുകളും ലോക് അദാലത്തിലേക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോടതി വഴിയല്ലാതെ പരസ്പരം വാദിയും പ്രതിയും തമ്മിലുള്ള ഒത്തുതീർപ്പിലൂടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലോക് അദാലത്ത്. അപ്പോൾ ഇന്ന് ലോക് അദാലത്ത്